പപ്പു ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ പരിഹസിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ബി.ജെ.പി. നേതാക്കളും അനുകൂലികളും സോഷ്യൽ മീഡിയയും വർഷങ്ങളോളം ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ പരിഹാസ പേരായിരുന്നു പപ്പു. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ പരിചയമില്ല, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകില്ല, അദ്ദേഹം പരാജയപ്പെട്ട നേതാവാണ്, അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനുള്ള കഴിവില്ല, ഇങ്ങനൊരു ഇമേജ് നിർമ്മിക്കുകയായിരുന്നു വലിയൊരു രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗം. പക്ഷേ ഇന്ന് ചോദ്യം മറ്റൊന്നാണ്. പപ്പു ആരാണ്? ഈ ചോദ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മാത്രം ലക്ഷ്യമിട്ട് ചോദിക്കുന്നതല്ല. അങ്ങനെ വിളിച്ചിരുന്ന രാഷ്ട്രീയ പ്രചാരണത്തിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന ഇമേജിലേക്ക് ഒതുക്കുന്നതിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ കമ്മ്യൂണിക്കേഷൻ വലിയ പങ്ക് വഹിച്ചു. ഒരു നേതാവിന്റെ പ്രസംഗത്തിലെ ചെറിയ പിഴവുകൾ, ഒരു അഭിമുഖത്തിലെ വാക്കുകൾ, ഒരു തിരഞ്ഞെടുപ്പ് പരാജയം, ഒരു സോഷ്യൽ മീഡിയ വീഡിയോ, ഇതൊക്കെ എടുത്ത് വലിയൊരു രാഷ്ട്രീയ നരേറ്റീവ് ഉണ്ടാക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും അതിന്റെ ഉള്ളടക്കത്തേക്കാൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ആക്രമിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇവനൊന്നും അറിയില്ല, ഇവൻ സീരിയസ് അല്ല, ഇവൻ കുട്ടിയാണ്, ഇവൻ പപ്പുവാണ് എന്ന രീതിയിലുള്ള പേഴ്സണൽ ബ്രാൻഡിംഗ്. രാഷ്ട്രീയത്തിൽ ഇത് വളരെ ശക്തമായ ഒരു തന്ത്രമാണ്. കാരണം ഒരു നേതാവിന്റെ ആശയങ്ങളെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്തപ്പോൾ ആ നേതാവിനെ തന്നെ പരിഹാസ്യനാക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ വർഷങ്ങളോളം അയോഗ്യൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രസക്തനായി തുടരുകയാണെങ്കിൽ, അയാളുടെ നേതൃത്വത്തിൽ പാർട്ടി വീണ്ടും ശക്തമാകുകയാണെങ്കിൽ, അയാൾ പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷ ശക്തമായി മാറുകയാണെങ്കിൽ, അപ്പോൾ ചോദ്യം സ്വാഭാവികമായി ഉയരും. പ്രശ്നം ആ നേതാവായിരുന്നോ അതോ ആ നേതാവിനെ കുറിച്ച് നിർമ്മിച്ച പെർസെപ്ഷനോ? ഇതാണ് ഹൂ ഈസ് ദ പപ്പുനോ എന്ന ചോദ്യത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി. ഇവിടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രാഹുൽ ഗാന്ധി എല്ലാ കാര്യത്തിലും ശരിയാണ് എന്നർത്ഥമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ വിമർശിക്കാം, കോൺഗ്രസിന്റെ പരാജയങ്ങൾ വിമർശിക്കാം, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും ചോദ്യം ചെയ്യാം. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു നേതാവിനെ കുറിച്ച് അയാൾക്കൊന്നും അറിയില്ല എന്നൊരു ഇമേജ് വർഷങ്ങളോളം ആവർത്തിച്ച് നിർമ്മിച്ചതിനു ശേഷം ആ ഇമേജിനെ യാഥാർത്ഥ്യമായി താരതമ്യം ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ കഥ മാറുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്ര കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്ര, പിന്നീട് ഭാരത് ജോഡോ ന്യായ യാത്ര, തുടർന്ന് പാർലമെന്റിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായ ഇടപെടലുകൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ജാതി സെൻസസ്, കാർഷിക പ്രശ്നങ്ങൾ, ജനാധിപത്യ സ്ഥാപനങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതിലെല്ലാം വിജയിച്ചു എന്ന് പറയാനാകില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഒന്നും ചെയ്യാത്ത പപ്പു എന്ന പഴയ ഇമേജിൽ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും പൂട്ടിയിടാൻ കഴിയുമോ? അതാണ് യഥാർത്ഥ ചോദ്യം. ഇതോടൊപ്പം മറ്റൊരു വലിയ മാറ്റവും സംഭവിച്ചിട്ടുണ്ട്: സോഷ്യൽ മീഡിയ. ഒരു കാലത്ത് ഒരു നേതാവിന്റെ ഇമേജ് നിർമ്മിക്കാൻ മെയിൻ സ്ട്രീം മീഡിയയ്ക്കും വലിയ രാഷ്ട്രീയ മെഷീനറികൾക്കും വലിയ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓരോ പ്രസംഗവും, ഓരോ പാർലമെന്റ് പ്രസംഗവും, ഓരോ രാഷ്ട്രീയ പ്രസംഗവും ജനങ്ങൾ നേരിട്ട് കാണുന്നു. ഒരു നേതാവ് യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്ന് പരിശോധിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയാണ് എന്ന് മാത്രം പറഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കണമെന്നില്ല. ഇവിടെയാണ് പപ്പു എന്ന രാഷ്ട്രീയ പരിഹാസത്തിന്റെ തിരിച്ചടി. കാരണം ഒരാളെ വർഷങ്ങളോളം പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കുകയാണ്. ഇയാൾ അയോഗ്യനാണ്, ഇയാൾ രാഷ്ട്രീയമായി ഇറലവൻ്റാണ്, ഇയാൾക്ക് ജനപിന്തുണയില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നീട് അയാൾ വീണ്ടും രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യമായി തുടരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും ചോദിക്കും, അപ്പോൾ ഇത്രയും വർഷം നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രം കഥയല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ലെസൺ കൂടിയാണ്. പൊളിറ്റിക്സ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ഡിഫീറ്റിംഗ് ആൻ ഒപ്പോണന്റ്. ഒരു എതിരാളിയെ നിരന്തരം പരിഹസിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ നരേറ്റീവിനെ തന്നെ ദുർബലമാക്കാം. കാരണം പരിഹാസത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു നേതാവിനെ പപ്പു എന്ന് വിളിക്കുന്നതിന് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ ഫലപ്രദമായിരിക്കാം. പക്ഷേ ആ നേതാവ് വർഷങ്ങളോളം രാഷ്ട്രീയത്തിൽ തുടരുകയും പുതിയ തലമുറയുമായി കണക്ട് ചെയ്യുകയും പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രധാന മുഖമായി മാറുകയും ചെയ്താൽ പഴയ നിക്നെയിം വീണ്ടും പരിശോധിക്കേണ്ടി വരും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പപ്പു ഇപ്പോൾ ആരാണ്? ഈ ചോദ്യം രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നവർക്കുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് മാത്രമല്ല, അതൊരു രാഷ്ട്രീയ കമ്മ്യൂണിക്കേഷനെതിരായ ചോദ്യം കൂടിയാണ്. ഒരു നേതാവിനെ പരിഹസിക്കുന്നതിലൂടെ മാത്രം അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കഴിയുമോ? ഒരു മീം കൊണ്ട് പൊളിറ്റിക്കൽ കരിയർ അവസാനിപ്പിക്കാനാകുമോ? ഒരു നിക് നെയിം കൊണ്ട് ഒരു നേതാവിന്റെ ആശയങ്ങളെ തള്ളിക്കളയാമോ? ഒരിക്കൽ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങും, നിങ്ങൾ പറഞ്ഞ പപ്പുവിടെ ഞങ്ങൾ കാണുന്ന രാഷ്ട്രീയക്കാരൻ ആരാണ്? അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ യഥാർത്ഥ പോരാട്ടം പപ്പു എന്ന വാക്കിനെ ചുറ്റിപ്പറ്റിയല്ല, അത് പെർസെപ്ഷൻ വേഴ്സസ് പെർഫോമൻസ് എന്ന പോരാട്ടമാണ്. നിങ്ങൾ ഒരാളെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതും അയാൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും തമ്മിലുള്ള വ്യത്യാസം. രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മാറ്റം വലിയ രാഷ്ട്രീയ പ്രതീക്ഷയായിരിക്കും. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. ഇപ്പോൾ ചോദ്യം ആരാണ് പപ്പു എന്നാണ്. ജെൻസി പോലും ചോദിക്കുന്നത് ആരാണ് യഥാർത്ഥ പപ്പു? രാഹുൽ ഗാന്ധിയാണോ അതോ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണോ? രാഹുൽ ഗാന്ധി ഇപ്പോൾ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്നുണ്ട്. എന്നാൽ മൻമോഹൻ സിംഗിനെ അടക്കം മൗനി ബാബ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും നിശബ്ദനാണ്, പ്രധാന ചോദ്യങ്ങളെ അവഗണിക്കുന്നു. മീഡിയയുമായി അദ്ദേഹം സമ്പർക്കിച്ചിട്ട് ഏകദേശം 12 വർഷത്തിൽ കൂടുതലാകുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് യഥാർത്ഥ പപ്പു? ജെൻസി വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അതുതന്നെയാണ്. രാഹുൽ ഗാന്ധിയാണോ അതോ നരേന്ദ്രമോദിയാണോ?